ഹലോ ഗായ്സ്, എല്ലാവർക്കും വളരെ ദിവസത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതലപ്പൊഴി എന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ മുതലപ്പൊഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കടലും കായലും ചേരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ കായലിൻ്റെ ഈ ഭാഗത്ത് ഒരുപാട് മണ്ണും കാര്യങ്ങളൊക്കെ എടുത്തതിൻ്റെ വീതി കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതെന്തിനാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നേരെ ഹാർബറിലേക്കാണ് കേട്ടോ. ഹാർബർ തൊട്ടപ്പുറത്ത് തന്നെ കായലോട് ചേർന്ന ഹാർബറുണ്ട്. മുതലപ്പൊഴി ഹാർബറാണ് കേട്ടോ. ഹാർബർ ഏരിയയാണ് ഇത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മുതലപ്പൊഴി എന്ന് പറയുന്ന സ്ഥലപ്പേര് നമ്മൾ ഒരുപാട് വാർത്തകൾ നിറഞ്ഞു വരുന്ന ഒരു സ്ഥലത്താണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കടലും കായലും ചേരുന്ന ആവത്തേനെ മരണം ഇടുക്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം ഒരുപാട് മീൻപിടുത്തത്തിന് പോയി വരുന്ന ബോട്ടുകളെല്ലാം അപകടത്തിൽപ്പെടുന്നത്, ഒരുപാട് പേര് മരണവും സംഭവിച്ച ഒരു സ്ഥലം കൂടിയാണ് ഈ മുതലപ്പൊഴി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ അടിപൊളി ഒരു ബീച്ചാണ്. ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ്. നല്ലൊരു ബീച്ചാണ്. നല്ലൊരു അന്തരീക്ഷം. ഈവനിങ് ടൈമിൽ മാത്രം ഇവിടെ ആൾക്കാർ വരും. അപ്പം വേനൽക്കാലമായതിന് ഉച്ചയായതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാർ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളിവിടെ എത്തുമ്പോഴത്തേന് 1 മണി ആയി. അപ്പം നമ്മൾ നേരത്തെ അഞ്ചുതാൻ കോട്ട എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അഞ്ചുതാൻ കോട്ടയിൽ നിന്ന് നേരെ ഒരു 3 കിലോമീറ്റർ മാത്രമുള്ളൂ ഈ മുതലപ്പൊഴി എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ. തീർച്ചയായും നിങ്ങൾ വരിക, കാണാൻ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെയാണ് ഈ കായലും കടലും ചേരുന്ന ഒരു ഇടുക്കാണ് കേട്ടോ. അത് മരണ ഇടുക്കെന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ. മീൻപിടുത്തത്തിന് പോയ ഒരു ബോട്ട് നമ്മൾ ഹാർബറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ ശക്തമായ തിരമാലകളും കാര്യങ്ങളൊക്കെ ഇവിടെ അടിച്ച് ചെയ്യുന്നത്. അവിടുത്തെ കളറിന് വ്യത്യാസം തന്നെയുണ്ട് വെള്ളത്തിന്. ഈ കാണുന്ന കേട്ടോ കടലും കായലും ചേരുന്ന ഈ ഇടുക്കാണ് മരണ ഇടുക്കെന്ന് അറിയപ്പെടുന്നത്. ഒരുപാട് മരണങ്ങൾ സംഭവിച്ച ഒരു വാർത്ത നിറഞ്ഞിരുന്ന സ്ഥലം കൂടിയാണ് മുതലപ്പൊഴി എന്ന് പറയുന്ന ഈ സ്ഥലം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും സന്ദർശിക്കുക. നല്ലൊരു ഇടമാണ്. വേനൽക്കാലത്ത് ഈവനിങ് ടൈമിലാണ് വരിക. ഒരു 3 മണി 4 മണിക്ക് വരുന്ന നല്ലൊരു സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ലൊരു ബീച്ചും കൂടിയാണ്. അടിപൊളി ബീച്ചാണ്. അപ്പോൾ ഈ മുതലപ്പൊഴി എന്ന് പറയുന്ന സ്ഥലത്ത് കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ കടലും കായലും ചേരുന്ന സ്ഥലത്ത് ഇടയൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് കരുതുന്നു. അടിപൊളി ബീച്ചാണ്. നിങ്ങൾ വരാൻ പറ്റുന്ന എല്ലാവരും വരിക. നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇവിടുന്ന് പോവുകയാണ് അടുത്ത ഡെസ്റ്റിനേഷന്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുക. എല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ പുതിയ പുതിയ ട്രാവലിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കൊല്ലത്തെ അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് പോവാം.